ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോവാണ്. സെമിനാഴ്ചൻ്റെ ലീവൊക്കെ തീർന്നു. അപ്പോൾ ഇനി ഓഫീസിൽ കയറാനുള്ള ടൈമൊക്കെ ആയി. കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു പെട്ടി, ഇനി എൻ്റെ ബാഗുണ്ട്, പിന്നെ സെമിന ചേച്ചിൻ്റെ ബാഗും താഴെയും ഇനി ഹാൻഡ് ബാഗ് ഇരിപ്പുണ്ട്, അതിലും കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം എടുത്ത് താഴെ കൊണ്ടുപോകും. നമ്മൾ കടയിൽ പോയായിരുന്നു, മുക്കടയിൽ NC മോൾ എന്ന് പറയുന്ന ഒരു കടയുണ്ട് ഡ്രസ്സിൻ്റെ ഒക്കെ ഉള്ളപ്പോൾ അവിടെ പോയിട്ടാണെങ്കിൽ ഇതേപോലെ അമ്മയും പപ്പയും കൂടിയിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ മേടിച്ചു തന്നു. സെമിന ചേച്ചനും കുഞ്ഞുവാവയ്ക്ക് എനിക്കൊക്കെ ഡ്രസ്സ് മേടിച്ചു തന്നു. എനിക്ക് 2 ജോഡി ഡ്രസ്സ് മേടിച്ച് തന്നു. ഇത് ഒരു ജോഡി. ഇത് നല്ല രസമുണ്ടായിരുന്നു, മറ്റേതും നല്ല ഭംഗിയാണ് കാണാൻ. രണ്ടും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേത് ഒരു നീല കളറിലുള്ളതാണ്, അത് കാണാൻ നല്ല ഭംഗിയാണ്. അത് മേടിച്ച് തന്നത് ക്രിസ്മസിന് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ക്രിസ്മസിന് ഇടുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി താഴോട്ട് പോകട്ടെ. ഞാനിതെല്ലാം പറക്കി താഴോട്ട് കൊണ്ടുപോകട്ടെ. ഇതാണ്ട ഇവിടെ നമ്മുടെ ഹാൻഡ് ബാഗ് ഉണ്ട്, അതിലും കുറേ സാധനങ്ങളുണ്ട്. ഇത് അമ്മയുടെ തയ്യൽ മെഷീനാണ്. എൻ്റെ ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്, എടുത്ത് വെച്ചില്ല തിരിച്ച്. പിന്നെ കുഞ്ഞിൻ്റെ ഡയപ്പർ 2-3 ഞാൻ എൻ്റെ ബാഗിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അല്ലാതെ ഈ ഒരു ബാഗിൽ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ അമ്മയാണെങ്കിൽ അവൾക്ക് പാലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് രാത്രി കഴിക്കാനുള്ള ചപ്പാത്തിയും. സെങ്കുട്ടി പാട്ട് കേൾക്കുകയാണ്. ഞാൻ ലുട്ടാപ്പി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചോട്ടോ. ലുട്ടാപ്പി പോവാടാ. നമുക്ക് പോകാനുള്ള വണ്ടി വന്നോട്ടോ. ഓട്ടോയിലാണ് നമ്മൾ കുട്ടിയം വരെ പോണേ. അങ്ങനെ നമ്മൾ കൊട്ടിയത്ത് എത്തി കേട്ടോ. അച്ഛനാണെങ്കിൽ ബാഗൊക്കെ എടുത്ത് പുറത്തോട്ട് വെക്കുമായിരുന്നു. വൈകുന്നേരം 3 മണി ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 3:45 ആയപ്പോൾ നമ്മൾ കൊട്ടിയത്ത് വന്നു. പുഞ്ചിരി ബസ്സിനകത്താണ് നമ്മൾ ബാംഗ്ലൂരിലോട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ തന്നെ ഓഫീസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ആ ഓഫീസിലിരുന്ന് വെയിറ്റ് ചെയ്തു ബസ് കാത്ത്. അപ്പോഴേക്കും നമ്മുടെ ബസ്സൊക്കെ വന്നു. ഒരു 4:45 ടൈമൊക്കെ ആയപ്പോൾ ബസ് വന്നു. അങ്ങനെ ശരിക്കും ഞാൻ എൻ്റെ മനസ്സിൽ പോലും ഇങ്ങനൊരു വണ്ടിയാണ് വരുന്നത് ഒന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ നൈസിൽ കാണാൻ സെറ്റോണ്ടിരിക്കണം. ഒരുപാട് ആ സൈഡിലൊക്കെ പുറത്ത് എങ്ങനെയാണോ നമ്മുടെ ബസ്സിൻ്റെ ഭംഗി അതേപോലെ എന്നാണ് അവർക്ക് പൊളിയാണ്. ഫുള്ള് AC ആണ്. അപ്പം നല്ല നൈസ് കട്ടൻ ഇവിടെ നോക്കിയാൽ എല്ലാം കാണാൻ പറ്റും. ഇവിടെ കട്ടൻ ഉണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. കാഴ്ച കണ്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഷർദിൻ്റെ ഗുളികയൊക്കെ കഴിച്ചു. അതുകൊണ്ട് പിന്നെ ഷർദിന് ഉണ്ടാകത്തില്ല എന്നൊക്കെ വിചാരിക്കാം കേട്ടോ. ഇതിപ്പോൾ ആറ്റിങ്ങലാട്ടോ. കുഞ്ഞുവിന് ഫുഡൊക്കെ കൊടുത്തു, അവളെ ഉറക്കി. അതിനുശേഷം നമ്മൾ വിചാരിച്ചു ഒരു മൂവി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ കർത്താവിന് സ്തുതി എന്ന് പറയുന്ന പാട്ടുള്ള ഒരു കുഞ്ചാക്കൻ്റെ മൂവി ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ചപ്പാത്തിയും മുട്ടത്തോരനും ആയിരുന്നു കേട്ടോ അമ്മയാക്കി തന്നെ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഒരു 11 മണി 11:30 ആയെന്ന് തോന്നുന്നു. ഒരു ഹോട്ടലിൽ വണ്ടി നിർത്തി. അങ്ങനെ നമ്മൾ ബാത്റൂമിലൊക്കെ പോയി. പിന്നെ ഒരു മൗണ്ടൻ ഡ്യൂ ഒക്കെ മേടിച്ചൊക്കെ കുടിച്ചു. പിന്നെ തിരിച്ചൊരു 10-15 മിനിറ്റ് പുറത്ത് നിന്ന് സ്പെൻഡ് ചെയ്തു. അതിന് ശേഷം വണ്ടി എടുക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ എത്തിയിരിക്കുന്നു. നല്ല തണുപ്പുണ്ടതുകൊണ്ട് ഞാൻ സ്വെറ്ററൊക്കെ എടുത്തിട്ടുണ്ട്. അമ്മ സ്വെറ്ററൊക്കെ തന്നാണ് വിട്ടത്. സ്വെറ്ററൊക്കെ എടുത്തിട്ടുണ്ട്. നൈസ് യാത്രയായിരുന്നു. വണ്ടി കയറി ഫുള്ള് എന്താ പറയുക ഉറക്കമായിരുന്നു. നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ലാൽബാഗ് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. ഇനി കുറച്ച് ദൂരവും കൂടി ഉണ്ട്.
ബാംഗ്ലൂരിൽ വന്ന പാടെ ഞാൻ എപ്പോഴും പറയുന്നത് പോലുള്ള കാര്യം തന്നെ ആയിരുന്നു ട്രാഫിക്. ആ സംഭവമാണ് നമ്മൾ കണ്ടത്. ഇത് നിമാൻസ് ഹോസ്പിറ്റലായിരുന്നു. ഇതിൻ്റെ അടുത്തായിട്ടാണ് ലാൽബാഗ് എന്ന് പറയുന്ന സ്ഥലം ഉള്ളത്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി എന്ന് അവിടുത്തെ കിളിയാന്ന് തോന്നുന്നു നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പതുക്കെ ഇറങ്ങുകയായിരുന്നു. കുറേ പേര് അവിടെ ഇറങ്ങാനുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിനി ഇവിടുന്ന് ഇനി കുറച്ച് ദൂരമുണ്ട് നമ്മുടെ വീട്ടിലോട്ട്. അങ്ങനെ അവിടെ ഓട്ടോ സ്റ്റാൻഡും കൂടിയായിരുന്നു. അവിടെയാണ് നമ്മുടെ ഈ വണ്ടി നിർത്തിയേക്കുന്നത്. അങ്ങനെ നമ്മുടെ ബാഗും കാര്യങ്ങളും ഒക്കെ എടുത്തു തരുമായിരുന്നു ആ ചേട്ടൻ. അങ്ങനെ അപ്പോഴേ നമ്മൾ ഇറങ്ങിയ പാടെ കുറേ ഡ്രൈവർമാർ വന്നു. അങ്ങനെ പിന്നെ സെമിനാജൻ റൂട്ടും കാര്യങ്ങളും ഒക്കെ ആ ഓട്ടോ ഡ്രൈവറായിരുന്നു. ഓട്ടോ ഡ്രൈവറിൻ്റെ അടുത്ത് പറയുമായിരുന്നു. അങ്ങനെ നമ്മൾ സഞ്ചരിച്ച് വന്ന വണ്ടി പോയപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ വീട്ടിലോട്ടുള്ള റൂട്ടും കാര്യങ്ങളും ഒക്കെ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മുടെ ബാഗും കാര്യങ്ങളും ഒക്കെ എടുത്ത് അതിനകത്തോട്ടൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെക്കുമായിരുന്നു. പിന്നെ ബാംഗ്ലൂരിൽ ഇറങ്ങിയ പാടെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ സ്വെറ്റർ ഇട്ടതുകൊണ്ട് കാര്യമാണെന്ന് തന്നെ പറയാം. ഭയങ്കര തണുപ്പായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണും, മൂടൽമഞ്ഞ് പോലെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ വീടെത്തി കേട്ടോ. നമ്മുടെ വണ്ടിയാണ് ഇരിക്കുന്നത്. കോലം കണ്ടോ, ഫുള്ള് പൊടിയടിച്ച്. ഡോറിലും ഉണ്ട് നല്ലതായിട്ട് പൊടിയൊക്കെ അടിച്ച്. തറയെല്ലാം കുളമായി കിടക്കുകയാണ്. ഒരു മീനെ കണ്ടു, മറ്റേതെന്തി ആ കല്ലിൻ്റെ ഇടയ്ക്കുണ്ട്. പൊളി. ഞങ്ങൾ വിചാരിച്ച് ചത്തുവല്ലവും പോയി കാണുമെന്ന്. തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ പോയേട്ടോ. അതുകൊണ്ട് പിന്നെ ഓക്കെ ആയി. ഇത്ര ദിവസം പൂട്ടിക്കിടന്നതല്ലേ, അപ്പോൾ അകത്തോട്ട് കയറിയപ്പം ഭയങ്കര എന്താ പറയുക പൊടിയുടെ മണമായിരുന്നു. ഇനി ജനലൊക്കെ തുറന്ന് ഇനി ഇവിടെ എല്ലാം ഒന്ന് തൂത്തൊക്കെ തുടയ്ക്കണം. ഫസ്റ്റ് ഇനി നമുക്ക് വല്ല ഫുഡും കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പം സമയം എത്രയായി? 9 മണിയാവാൻ പോകുന്നുണ്ട്. അപ്പം നമ്മുടെ അപ്പുറത്തൊക്കെ ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് മേടിച്ചുകൊണ്ട് വരാം. അല്ലേ കുഞ്ഞു ഉറങ്ങുമോ? മേടിച്ചുകൊണ്ട് വന്നിവിടെ കഴിക്കാം. ഓക്കെ. അച്ഛനെ കണ്ടപ്പോൾ ഇറങ്ങി വരുന്നു. ഇഡലി സാമ്പാറും മേടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പോയിട്ട് വരാം കേട്ടോ. സെവിനരാജൻ ആകെ ടയേർഡായി കുഞ്ഞുവിൻ്റെ അടുത്ത് കിടക്കുക. കുഞ്ഞു ഉറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. നമ്മുടെ അടുത്ത് തന്നെ കട കേട്ടോ. പോവാമേ. ഞാൻ അത് കഥമൊക്കെ ഇത് പൂട്ടട്ടെ. ഇതാണ് ഹോട്ടൽ. ഇഡലി റെഡി. 2 വടയും 3 ഇഡലിയാണ് മേടിച്ചത്. അത്യാവശ്യം നല്ല സൈസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത്രയും മേടിച്ചതാട്ടോ. ഈ വടയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റുമാണ്, ക്രിസ്പിനെസ്സുമാണ്. ഇവർക്ക് നൈസായിട്ട് വട ഉണ്ടാക്കാൻ അറിയാട്ടോ. നമ്മൾ പിന്നെ ഡിപ്പായിട്ടാണ് ഇത് കഴിക്കുന്നത്. നൈസ് ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുമ്പോൾ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം അച്ഛനാണെങ്കിൽ സർവീസ് സെൻറ്ററിൽ പോയി ബൈക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ അടുത്ത് തന്നെയാണ്, എലങ്ക എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ വീട് ഫുള്ള് പൊടിമണം ഒക്കെ ആയിരുന്നു. ഞാൻ പിന്നെ അതെല്ലാം ഒന്ന് തൂത്തൊക്കെ തുടയ്ക്കുമായിരുന്നു. പിന്നെ ബെഡ്ഷീറ്റും എല്ലാം മാറ്റി കമ്പിളിയെല്ലാം ഒക്കെ ഒന്ന് കുടഞ്ഞെല്ലാം സെറ്റാക്കി. ഈ പെട്ടിയിൽ തുണിയെല്ലാം പറക്കി ഒതുക്കിയൊക്കെ വെച്ചു. പിന്നെ സെവിനച്ചൻ്റെ ഓഫീസിലെ ബാഗാണിത്. അപ്പം അത് ഞാൻ അതിൽ നിന്നും കുറേ സാധനങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ തലശ്ശേരി ഹോട്ടലെത്തി. അപ്പോൾ ഇവിടെ നിന്ന് ബിരിയാണി മേടിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇവിടുത്തെ നൈസ് ബിരിയാണിയാണ്. നമ്മളത് മേടിക്കാൻ വേണ്ടി പോവാണ്. ക്ലീനിങ് ഒക്കെ ചെയ്ത് വന്നപ്പോഴേക്കും ആകെ ടയേർഡായെന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മൾ വിചാരിച്ചു 2 ചിക്കൻ ബിരിയാണിയൊക്കെ മേടിക്കാമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഈ കടയിലോട്ട് വന്നത്. അങ്ങനെ 2 ചിക്കൻ ബിരിയാണിയൊക്കെ മേടിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. കുഞ്ഞൂന് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണമല്ലോ, പക്ഷേ ഇന്നൊന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് ഞാൻ അവൾക്ക് റാഗിയൊക്കെ ആക്കി ഞാൻ കൊടുത്തു. അങ്ങനെ അവളെ ഉറക്കി. അതിനുശേഷം നമ്മൾ കഴിക്കാനായിട്ട് പോരും. നല്ല ചൂടോടെ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചാട്ടോ. ചിക്കനും ഒക്കെ അവിടുത്തെ നൈസ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. കഴിച്ചാലും മതി വെച്ചാൽ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. പക്ഷെ പിക്കിള് മാത്രം അവരിട്ടില്ല. സാലഡ് തന്നു, പിക്കിൾ ഇട്ടില്ലായിരുന്നു. അങ്ങനെ ടി വിയിൽ മറ്റേ ഞാൻ പറഞ്ഞില്ലേ എന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ ടാബിലൊരു മൂവി ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി നമ്മൾ ടി വിയിൽ കാണാമെന്ന് വിചാരിച്ചു. മൊത്തം കാണാൻ പറ്റിയില്ലായിരുന്നു ടാബിൽ. അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നാണെങ്കിൽ നല്ല ചെറിയ മത്തി ഉണ്ടല്ലോ, അത് കിട്ടിയായിരുന്നു. ഞാൻ പിന്നെ അതങ്ങ് മുളകറിയാക്കി. അരി വെന്തിട്ടുണ്ട്, ഞാൻ ഊറ്റാനായിട്ട് വെച്ചേക്കുകയാണ്.
കുഞ്ഞിനുള്ള കിച്ചടി ആക്കി വെച്ചിട്ടുണ്ട്. സീറ്റിയൊക്കെ അടിച്ചു, ഒരു 3 സീറ്റി അടിച്ചിട്ടുണ്ട്. അപ്പം അവളുടെ കിച്ചടി റെഡിയായി. അമ്മയാണെങ്കിൽ നാരങ്ങച്ചാറും കല്ലുമ്മക്കായ ചാറും ഒക്കെ നമുക്ക് തന്നു വിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലത്തെ നമ്മുടെ കറി. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് യാത്രയെല്ലാം നല്ലതായിട്ട് നടന്നു. ഇനിയത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുവിന് ഫുഡ് കൊടുക്കുക, നമ്മൾ ഫുഡ് കഴിക്കുക, എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങുക. അതാണ് ഇനിയത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം എൻ്റെ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പിന്നെ ബെല്ലൈക്കോടെ നിൽക്കുക, നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.